വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായി ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും ഗൗരവതരമുള്ളതുമാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും ചേർന്നുകൊണ്ട് ഒരു വലിയ ക്രിമിനൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുകയാണ് എന്നും ആ ക്രിമിനൽ സംഘമാണ് കേരളത്തിലെ എല്ലാ കുറ്റകൃത്യങ്ങളും നടത്തുന്നത് എന്നുള്ളതുമാണ് ഇന്ന് PV അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. കാരണം PV അൻവർ കേവലം ഒരു MLA മാത്രമല്ല. അദ്ദേഹം ഭരണകക്ഷി MLA ആണ്. CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട MLA ആണ്. CPM-ലെ മറ്റൊരു MLA-ക്കും ഇല്ലാത്ത ഒരുപാട് പ്രിവിലേജുകളുള്ള MLA ആണ് PV അൻവർ. അതുകൊണ്ടാണ് നിരവധി പ്രാവശ്യം കോടതികളും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അദ്ദേഹത്തിനായിട്ട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതൊന്നും സ്വീകരിക്കപ്പെടാതെ അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിയത്. അതുകൊണ്ട് ഗവൺമെന്റിനും പാർട്ടിക്കുമൊക്കെ ഏറെ വേണ്ടപ്പെട്ട ഒരാളാണ് ശ്രീ PV അൻവർ. അദ്ദേഹമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ട് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രീ P ശശി അദ്ദേഹവും ADGP MR അജിത് കുമാറും ചേർന്ന ഒരു കോക്കസാണ്, ഒരു ക്രിമിനൽ സംഘമാണ്. അവർ നേതൃത്വം കൊടുക്കുന്ന ക്രിമിനൽ സംഘമാണ്. കേരളത്തിൽ ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ അപായപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ADGP ആയിട്ടുള്ള ക്രമസമാധാനത്തിന്റെ ചുമതല ADGP അദ്ദേഹത്തെ MLA വിശേഷിപ്പിച്ചിട്ടുള്ളത് ദാവൂദ് ഇബ്രാഹിമിന് സമമായിട്ടുള്ള വ്യക്തിയാണ് എന്നാണ്. അത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അത് ഫലത്തിൽ മുഖ്യമന്ത്രിക്ക് കൂടി എതിരായിട്ടുള്ള ആരോപണമാണ്. കാരണം ഈ ADGPയും P ശശിയുമെല്ലാം മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരാണ്, മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളാണ്. അവർക്കെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഫലത്തിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണമാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ടുള്ള ആരോപണമാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണം എന്ന് BJP ആവശ്യപ്പെടുന്നത്. ഈ ഉന്നയിക്കപ്പെട്ടുള്ള ആരോപണങ്ങൾ വസ്തുതാപരമാണെങ്കിൽ അത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. കേരളം നേരിടുന്ന ഏറ്റവും അപകടകരമായ ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. അതെ, ഒരുപാട് കാര്യങ്ങളാണ് PV അൻവർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ആർക്കു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്ന് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. PV അൻവർ ഇതെല്ലാം പറയാൻ സ്വീകരിച്ച സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. CPM-നകത്തൊക്കെ വലിയ ആഭ്യന്തര രാഷ്ട്രീയമൊക്കെ ഉള്ള സമയത്താണ് ഈ കാര്യങ്ങൾ ഇപ്പൊ PV അൻവർ പറയുന്നത്. അതുകൊണ്ട് ആർക്കു വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത് കൂടി വ്യക്തമാക്കപ്പെടേണ്ടതായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് PV അൻവർ CPM-ലെ മറ്റ് MLA-മാരെ പോലെയുള്ള ഒരു MLA അല്ല. മലപ്പുറം ജില്ലയിലെ CPM ജില്ലാ നേതൃത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി മലപ്പുറം ജില്ലയിലെ CPM-ന്റെ നേതാക്കന്മാർ പറയുന്നതിനേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിയും CPM-ന്റെ സംസ്ഥാന നേതൃത്വവും PV അൻവർ പറയുന്നതിനാണ് മുഖവിലക്കെടുക്കുന്നതാണ് CPM നേതാക്കന്മാരുടെ പരാതി. അങ്ങനെ ഒരുപാട് പ്രിവിലേജുകളുള്ള വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുള്ളത്. ഈ ആരോപണങ്ങളെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ്. ആദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ആരോപണത്തിന്റെ കുന്തമുനയെല്ലാം മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ്, അദ്ദേഹത്തിന്റെ വിശ്വസ്തർക്കെതിരായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് തന്നെയാണ്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് തന്നെയാണ് അൻവർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി പറയാൻ തയ്യാറാകണം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള വ്യക്തി സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി തൃശൂർ പൂരം കലക്കി എന്നാണോ PV അൻവർ പ്രതീക്ഷിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും അന്വേഷിക്കട്ടെ. MR അജിത് കുമാറാണ് ഇതിന് പിറകിലെങ്കിൽ ആർക്ക് വേണ്ടിയാണ്? ഏതായാലും BJPക്ക് വേണ്ടിയിട്ടല്ലല്ലോ, BJPക്ക് വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ. അപ്പൊ MR അജിത് കുമാർ മറ്റു ചില ആളുകളുടെ കയ്യിലെ കരുവാണെന്ന് കൂടെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം അന്വേഷിക്കട്ടെ. ആദ്യം അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അത് കേവലം രാഷ്ട്രീയ ആരോപണമല്ല. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം ആളുകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന വ്യക്തിയാണ് എന്ന് ഒരു MLA പറഞ്ഞാൽ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? അത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണമല്ലേ?
കാരണം ADGP മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വിശ്വസിച്ചേൽപ്പിക്കുന്ന വ്യക്തിയാണ് സംസ്ഥാന ADGP. അതുകൊണ്ടാണല്ലോ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത മുഖത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത് ഈ ADGP ആണ്. അപ്പൊ അത്രയും ക്ലോസ് ആയിട്ടുള്ള അത്രയും വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയാണ്. ആ വിശ്വസ്തനായിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി ഉന്നയിച്ച ആരോപണം. അതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിട്ടുള്ള ആരോപണമാണ്. ആ ആരോപണത്തിന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയാം. ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെ ഒരു ഭരണപക്ഷ MLA തന്നെ രംഗത്ത് വരുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മാനത്തിനപ്പുറം പലതുമുണ്ട് എന്നാണ് അന്ന് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. കാരണം PV അൻവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. ആഭ്യന്തര മന്ത്രാലയമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ്. നിങ്ങൾ ആഭ്യന്തര മന്ത്രാലയം മാത്രമേ ചുരുക്കി കാണിക്കണ്ട. കാരണം ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പൊതുഭരണ വകുപ്പിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് P. ശശിയാണ്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ടാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള വ്യക്തിക്കും എതിരായിട്ടാണ് ആരോപണം ഉന്നയിച്ചത്. അതുകൊണ്ട് അത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണമാണ്. ഈ ക്രിമിനൽ പ്രവർത്തനത്തിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്നാണ് പറയാതെ PV അൻവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് ആദ്യം മുഖ്യമന്ത്രി പറയട്ടെ. ഇത് ശരിയാണോ ഇല്ലെന്നല്ലേ എന്ന് മുഖ്യമന്ത്രി പറയട്ടെ. ഇക്കാര്യത്തിൽ എന്തെങ്കിലും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ BJP? അന്വേഷണം ആവശ്യമല്ലോ. കാരണം ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ഉദാഹരണമായിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ CPM നേതൃത്വം ഭീഷണിപ്പെടുത്തുന്നു, വഴിവിട്ട് സംരക്ഷിക്കുന്നു, ആ പ്രതികളെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന നേരത്തെ വാർത്തകൾ വന്നാണ്. ആ സമയത്ത് അത് അന്വേഷിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. കേരള പോലീസിൽ ക്രിമിനൽ സംഘമുണ്ട് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോ ഈ MLA പറയുന്നു ഈ ക്രിമിനൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ADGP ആണ്. അപ്പൊ ഇതെല്ലാം നേരത്തെ തന്നെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണമാണ്. ഇപ്പൊ കുറച്ചുകൂടി മൂർത്തമായിട്ട് PV അൻവർ അദ്ദേഹത്തിന് പല കാര്യങ്ങളും കിട്ടാനുള്ള സോഴ്സ് ഉണ്ടല്ലോ. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതും ഗൗരവതരമാണ്. ADGP മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്നാണ് അദ്ദേഹം ഉന്നയിച്ചത്. സംസ്ഥാനത്തിന്റെ ADGP സംസ്ഥാന മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ ADGP ഫോൺ ചോർത്തുന്നത്? ഒരു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരുടെ ഫോൺ ചോർത്താൻ ഒരു ADGPക്ക് ധൈര്യം കിട്ടുമോ? PV അൻവർ പറയുന്നത് ശരിയാണെങ്കിൽ, അത് ശരിയാണോ അല്ലയോ എന്ന് അന്വേഷണത്തിലൂടെ ബോധ്യമാവേണ്ടതാണ്. ശരിയാണെങ്കിൽ മന്ത്രിമാരുടെ ഫോൺ ചോർത്താനുള്ള ധൈര്യം ഒരു ADGPക്ക് ഉണ്ടാകുമോ? അപ്പോ ADGP മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നുണ്ടെങ്കിൽ മന്ത്രിമാരെക്കാൾ വലിയ ആരോ ADGPക്ക് നിർദ്ദേശം കൊടുത്തിട്ടാണല്ലോ ഫോൺ ചോർത്തുന്നത്. അത് മുഖ്യമന്ത്രിയാണോ? മുഖ്യമന്ത്രി സംസ്ഥാനത്തെ മന്ത്രിമാരുടെ ഫോൺ ചോർത്താൻ ADGPക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ വ്യക്തമാക്കേണ്ടതാണ്. ഇന്ത്യയെ വിഭജിക്കാൻ കാരണക്കാരായ ഒരു പാർട്ടിക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത അത്ര സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് പറയേണ്ടതായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ച മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി കേരളത്തിൽ സന്ദർശിക്കാനെത്തിയ നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി ഈ നഗരത്തിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഈ കാണുന്ന പച്ചക്കൊടി ഏതാണെന്ന് ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ കൊടിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡ്രൈവറോട് വണ്ടി നിർത്തിയിട്ട് ആ കൊടി അഴിപ്പിക്കുക എന്ന് പറഞ്ഞ ചരിത്രം പറയുന്നത്. ആ പാർട്ടിക്ക് ഇവിടെ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗ് ഇവിടെ ഒരു സെക്യുലർ പാർട്ടി. കേരളത്തിൽ സെക്യുലറിസം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളുടെയും മാധ്യമ നിരൂപകന്മാരുടെയും സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുടെയും ഒക്കെ വീക്ഷണത്തിനനുസരിച്ചുള്ള ഒരു മതം. അവർക്ക് ഗാസയിലേക്ക് നോക്കാൻ കണ്ണുകളുണ്ട്, ബംഗ്ലാദേശിലേക്ക് ഒരിക്കലും അവരുടെ കണ്ണുകൾ എത്തുന്നില്ല. അവരുടെ കാതുകൾ ബംഗ്ലാദേശിലെ ദുരന്തങ്ങൾ കാണുന്നേ. ബംഗ്ലാദേശിലെ അതിഭീകരമായിട്ടുള്ള ഹിന്ദു വംശഹത്യ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയിലധികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആരും തന്നെ കേരളം അതിനെ കണ്ടിട്ടേ. മടികതിരി ജാഥകളില്ല, പ്രമേയങ്ങളില്ല, സാഹിത്യ നായകന്മാരുടെ സംവാദ സദസ്സുകളില്ല. ബംഗ്ലാദേശിലേക്ക് കുറിച്ചുള്ള ഒരു വഴി കവിത പോയി. ആയിരക്കണക്കിന് ആളുകളാണ് കൂട്ടപലായനത്തിന് വിധേയമാക്കപ്പെടുന്നത്, പെർസിക്യൂഷന് വിധേയമാക്കപ്പെടുന്നത്, വംശഹത്യക്ക് വിധേയമാക്കുന്നത്. നമ്മുടെ സെക്യുലറിസം അത് കാണാനുള്ള കണ്ണില്ല. ഗാസയിലേക്ക് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും അവരുടെ ലേഖകന്മാരെ അയച്ചിരുന്നു. ഞാൻ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത് ബംഗ്ലാദേശിലേക്ക് ഇവിടുന്ന് ആരെങ്കിലും പോയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ബംഗ്ലാദേശ് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ആരെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ധാക്കയിലെ ഒരു എക്സിം മൊഴിയിലെങ്കിലും ഇരുന്നു റിപ്പോർട്ട് ചെയ്യാൻ ഒരാളെ നിങ്ങൾ അയച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നു.